നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലകുനിച്ച് പിണറായി വിജയൻ, തല ഉയർത്തിപ്പിടിച്ച് IAS ഉദ്യോഗസ്ഥർ. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണകാലത്ത് വിജയനും ഒരു കൂട്ടം ശിങ്കിടികളുമായിരുന്നല്ലോ CM ഓഫീസിന്റെ ഭരണം. പ്രത്യേകിച്ച് ഭരണം ശിങ്കിടികളുടെ കയ്യിലായിരുന്നു. അക്കാലത്ത് പിണറായി വിജയൻ വേട്ടയാടിയ കുറച്ചധികം ഉദ്യോഗസ്ഥരുണ്ട്. അവർ ചെയ്ത തെറ്റ് സത്യസന്ധമായി ജോലിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ പണ്ട് അടിമ ഉടമ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ പൊളിച്ചെഴുതി വലിയ വിപ്ലവങ്ങൾ നടത്തി ഇവിടെ നവോത്ഥാനം കെട്ടിപ്പടുത്ത വിപ്ലവത്തിൻ്റെ കഥകളൊക്കെ CPMകാർ ഇടയ്ക്കിടയ്ക്ക് ചില കവലപ്രസംഗങ്ങളിൽ പറയാറുണ്ട്. അതേ പാർട്ടി, അതായത് വലിയ വിപ്ലവം കാഴ്ചവെച്ച് കേരളത്തെ ഒന്ന് ഉടച്ചു വാർത്ത ഒരു പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ, ഇന്ന് പിണറായി വിജയന്റെ കാലം എത്തിയപ്പോൾ പിന്നെയും നമ്മൾ കണ്ടു ഈ അടിമ ഉടമ സമ്പ്രദായം. അടിമ ഈ പറയുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ അവരെ അടിമകളാക്കി മാറ്റാൻ ശ്രമിച്ചു. ഉടമ പിന്നെ പറയണ്ടല്ലോ, പിണറായി വിജയൻ. അവരെ ചവിട്ടി മെതിക്കാനുള്ള പ്രിവിലേജ് എന്തോ തനിക്ക് കിട്ടിയ ഒരു അഹങ്കാരമായിരുന്നു പിണറായിക്ക്. അതായത് പിണറായിക്കെതിരെ ചോദ്യം ചോദിച്ചവരെ മുഴുവൻ പിണറായി തൻ്റെ ശത്രുക്കളാക്കി. അവരെ അടിമകളാക്കി തൻ്റെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കാം എന്നൊക്കെയാണ് കരുതിയത്. എന്നാൽ അന്തസ്സും അഭിമാനവുമുള്ള ഉദ്യോഗസ്ഥർ പിണറായി വിജയനെതിരെ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. അവർ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടേയിരുന്നു. അതിനവർക്ക് കിട്ടിയ പ്രതിഫലം സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തു. സർവീസിൽ നിന്ന് അവരെ മാറ്റി നിർത്തി. എന്നാൽ ഒരു കാര്യം ഓർക്കണമായിരുന്നു, എല്ലാ കാലത്തും പിണറായി വിജയൻ ആയിരിക്കില്ല കേരളം ഭരിക്കുന്നത്. സർക്കാർ മാറി വന്നപ്പോൾ ഇപ്പോൾ പിണറായി അന്ന് വേട്ടയാടിയ 2 പേർ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് സർവീസിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ വേട്ടയാടിയ 2 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സർവീസിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് VD സതീശൻ സർക്കാർ നല്ല ഒന്നാന്തരം മറുപടി പിണറായിക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നു. പ്രശാന്ത് IASഉം B അശോക് IASഉം തല ഉയർത്തിപ്പിടിച്ച് സർവീസിലേക്ക് തിരികെ കയറുന്നു. ഇവിടെ അടി കിട്ടുന്നത് ആർക്കാണ് എന്നല്ലേ? അതായത് ജയതിലകിന്റെയും പിണറായി വിജയന്റെയും നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ഈ 2 IAS ഉദ്യോഗസ്ഥരും സർവീസിലേക്ക് തിരികെ കയറിയിരിക്കുന്നത്. ചില്ലറ വേട്ടയാടലൊന്നും ആയിരുന്നില്ല ഈ 2 ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്നത്. B അശോക് IASനെ സസ്പെൻഷൻ കൊടുത്ത് പുറത്താക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസമാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലെറ്റർ അടിച്ച് കയ്യിൽ കൊടുത്തത്. എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സസ്പെൻഷൻ ലെറ്റർ കാണിച്ച് ഭയപ്പെടുത്താനൊന്നും നോക്കണ്ട, നിയമപരമായി ഞാൻ ഇതിനെ നേരിടും. ഇപ്പോൾ ഒരു കാവൽ മുഖ്യമന്ത്രിയാണുള്ളത്, അതുകൊണ്ട് പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന്. ഒട്ടും പേടിയില്ല എന്ന് തന്നെ അദ്ദേഹം പച്ചയ്ക്ക് പറയുകയായിരുന്നു. ഇതേ B അശോക് IAS ആണ് പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ പല ആവർത്തി മാധ്യമങ്ങൾക്ക് മുൻപിൽ പലതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് പിണറായിയോട് ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചോദ്യം ചോദിച്ചു പോയി കഴിഞ്ഞാൽ തമ്പ്രാന് അങ്ങ് കലി ഇളകും. ഉദ്യോഗസ്ഥരെ പിന്നെ കണ്ണ് ഉരുട്ടി ഭയപ്പെടുത്തലാണ്. പ്രശാന്ത് IASഉം പലതവണ പിണറായിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പിണറായി വിജയനെ ക്രിമിനൽ എന്നുവരെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 ഉദ്യോഗസ്ഥർ തിരികെ സർവീസിലേക്ക് കയറുമ്പോൾ അത് പിണറായിക്കുള്ള തിരിച്ചടി തന്നെയാണ്. പിന്നെ ജയതിലകിനും കൂടി. വിവാദങ്ങൾ കരുതി വരുത്തിക്കൊണ്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ B അശോക്, N പ്രശാന്ത് എന്നിവരുടെ സസ്പെൻഷൻ ഉത്തരവുകൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി സർവീസിന് പുറത്തു നിൽക്കുന്ന N പ്രശാന്തിനെയും കഴിഞ്ഞ 1.5 മാസമായി സസ്പെൻഷനിലായിരുന്ന ഡോക്ടർ B അശോകിനെയുമാണ് പുതിയ ഭരണ നേതൃത്വം സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 പേർക്കും അനുയോജ്യമായ പുതിയ തസ്തികകൾ നൽകി നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഉടൻ തന്നെ അന്തിമ തീരുമാനമെടുക്കും. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിപരമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചതിനെ തുടർന്നാണ് 2024 നവംബർ 11 N പ്രശാന്തിനെതിരെ ആദ്യമായി സസ്പെൻഷൻ നടപടി വരുന്നത്. ഇതേ ദിവസം തന്നെ മത അടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന വിവാദത്തിൽ മറ്റൊരു IAS ഉദ്യോഗസ്ഥനായ K ഗോപാലകൃഷ്ണനെയും സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ഒരേ ദിവസം 2 IAS ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാകുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു. എന്നാൽ പിന്നീട് K ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ സർക്കാർ പിൻവലിച്ചുവെങ്കിലും പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടികൾ പല ഘട്ടങ്ങളിലായി നീട്ടിക്കൊണ്ടു പോകുകയാണ് ചെയ്തത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പടിയിറങ്ങുന്നതിന് തൊട്ട് മുൻപ് പോലും പ്രശാന്തിനെതിരെ 9ാം തവണയും സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വിൽപ്പനയെക്കുറിച്ച് മുൻകൂർ അനുമതിയില്ലാതെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ലേഖനം എഴുതിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ നടപടി.
ഇതിലൂടെ മെയ് 4-ന് അവസാനിക്കേണ്ടിയിരുന്ന പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി വീണ്ടും നീളുകയായിരുന്നു. ബി അശോക് IASനെ സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ചീഫ് സെക്രട്ടറി ഉത്തരവിലൂടെ സസ്പെൻഡ് ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന ശൈലിയെയും നയങ്ങളെയും കടുത്ത ഭാഷയിൽ അശോക് വിമർശിച്ചു എന്നതായിരുന്നു കുറ്റം. സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടാതെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് മാധ്യമങ്ങളോടും സമൂഹ മാധ്യമങ്ങളോടും പ്രതികരിച്ച അശോകിന്റെ നടപടി അഖിലേന്ത്യാ സിവിൽ സർവീസ് ചട്ടം 7(2) വിരുദ്ധമാണെന്നും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അന്ന് ഈ നടപടി തികച്ചും ചട്ടവിരുദ്ധമാണെന്നും 2 സ്വകാര്യ വ്യക്തികളുടെ പരാതിയിൽ കാവൽ മന്ത്രിസഭ എടുത്ത പ്രതികാര നടപടിയാണിതെന്ന് അശോക് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് പുതിയ ഭരണ നേതൃത്വം അധികാരത്തിൽ വന്നതോടെ ഈ സസ്പെൻഷൻ നടപടികളിൽ വലിയ മാറ്റമുണ്ടായി. സംസ്ഥാനത്ത് നിലവിലുള്ള കടുത്ത IAS ഉദ്യോഗസ്ഥ ക്ഷാമം കണക്കിലെടുത്തും മുൻ സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച കടുത്ത അച്ചടക്ക നടപടികൾ പലതും അനാവശ്യമാണെന്ന ഭരണപരമായ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായി എന്ന മുൻ നിലപാടുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് 2 പേരുടെയും സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഫയലിൽ പുതിയ സർക്കാർ ഒപ്പുവെക്കുകയായിരുന്നു. വിവാദങ്ങൾക്കൊടുവിൽ ഇരുവരും സർവീസിലേക്ക് മടങ്ങിയെത്തുന്നതോടെ വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലും വകുപ്പ് തലത്തിലും വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് സൂചന. എന്തായാലും അശോക് IASും പ്രശാന്തിനും ഇത് തികച്ചും അവരുടെ ഒരു വിജയവും കൂടിയാണ്. കാരണം അവർ അവരുടെ ജോലി എടുക്കാനാണ് ശ്രമിച്ചത്. പിണറായി വിജയൻ 10 വർഷക്കാലത്ത് ഉദ്യോഗസ്ഥരെ മുഴുവൻ കെട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ, പോലീസുകാരെയും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. സത്യസന്ധമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്ന് പല ഉദ്യോഗസ്ഥർക്കും പലപ്പോഴായി തുറന്നു പറയേണ്ടി വന്നിട്ടില്ലേ? ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗങ്ങളിലൊക്കെ പിണറായി പറയും അത് അനുസരിച്ചു കൊള്ളണം. ഉദ്യോഗസ്ഥർക്ക് തിരിച്ചൊരക്ഷരം ചോദിക്കാൻ കഴിയില്ല. എന്തിന് മുഖം ഒന്ന് ഉയർത്തി പിണറായിയെ നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു എന്ന് ബി അശോക് തന്നെ മലയാളി വാർത്തയോട് തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുക തന്നെയായിരുന്നു ചെയ്തത്. സസ്പെൻഷൻ കാണിച്ച് എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്താമെന്നൊന്നും കരുതല്ലേ, ഞാൻ കാൽച്ചുവട്ടിൽ വന്ന് കേഴും എന്ന് കരുതരുതേ എന്നുള്ള നിലപാട്, ആ ഒരു ഉറച്ച നിലപാട് തന്നെയായിരുന്നു അശോക് സ്വീകരിച്ചത്. പ്രശാന്ത് നിരന്തരം സർക്കാരിൻ്റെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ തമ്പ്രാൻ്റെ പിഴവ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ തമ്പ്രാന് കലി ഇളകാതിരിക്കുമോ? തമ്പ്രാൻ 10 വർഷക്കാലത്ത് ഇങ്ങനെ ഉദ്യോഗസ്ഥരെ മുഴുവൻ അടക്കി ഭരിക്കുകയായിരുന്നു. ഒടുക്കം എന്താണ് സംഭവിച്ചത്? നാണം കെട്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത് പിണറായിക്ക്. ഇത് മാത്രമല്ല, പിണറായി ഇപ്പോൾ ആടപടലം കുടുംബത്തോടെ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയാണ്. മകളുടെ കേസ്, പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾ, മാറി നിൽക്കണമെന്ന ആവശ്യം, അത്തരത്തിൽ പിണറായി ഇപ്പോൾ ത്രിശങ്കു സ്വർഗത്തിലാണ്. എന്നാൽ പിണറായി വേട്ടയാടിയവരോ, അവരൊക്കെ ഇന്ന് നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ്. പിണറായിക്ക് മുൻപിൽ തന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും ഹൈലൈറ്റ്.